ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയ്. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ 2 ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2025-26 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി 18/6/2025 തീയതി വരെ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് www.admissions.keu.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതി 2025-26 വിവിധ ഘടക പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ശാസ്ത്രീയ ശുദ്ധജല മത്സ്യകൃഷി, തിലാപ്പിയ, അസ്സാം വാള, വരാൽ, അനബാസ്, കാർപ്പ്, പാക്ക് മത്സ്യങ്ങൾ, സ്വകാര്യ കുളങ്ങളിലെ വിശാല കാർപ്പ് മത്സ്യകൃഷി, ഒരു നെല്ലും ഒരു മീനും പദ്ധതി, പടുതാ കുളങ്ങളിലെ മത്സ്യകൃഷി, വരാൽ, അസ്സാം വാള, അനബാസ്, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, തിലാപ്പിയ, അനബാസ്, ബയോഫ്ലോക്ക്, തിലാപ്പിയ, വനാമി, കൂട് മത്സ്യകൃഷി, തിലാപ്പിയ, കരിമീൻ, കുളങ്ങളിലെ പൂമീൻ കൃഷി, കുളങ്ങളിലെ കരിമീൻ കൃഷി, കുളങ്ങളിലെ വനാമി കൃഷി, കുളങ്ങളിലെ ചെമ്മീൻ കൃഷി, ഒരു നെല്ലും ഒരു ചെമ്മീനും പദ്ധതി, പിന്നാമ്പുറ കുളങ്ങളിലെ മത്സ്യവിത്ത് ഉൽപ്പാദനം, കരിമീൻ, വരാൽ, പുഴകളിലെയും ആറുകളിലെയും പെൻ കൾച്ചർ, എംബാങ്ക്മെൻറ്റ് മത്സ്യകൃഷി എന്നിവയാണ് വിവിധ ഘടക പദ്ധതികൾ. എല്ലാ പദ്ധതികളുടെയും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ ആലപ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലും മത്സ്യഭവനുകളിലും ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ അനുബന്ധ രേഖകൾ സഹിതം മെയ് 31 വൈകുന്നേരം 5 മണി വരെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ സ്വീകരിക്കുന്നതാണ്. ഫോൺ നമ്പർ 0477 22 52 814 അല്ലെങ്കിൽ 0477 225 1103. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെൻറ്റർ ഫോർ ലേണിംഗ്, പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ 6 മാസമാണ് കോഴ്സിൻ്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തതുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താല്പര്യമുള്ളവർ www.celkeu.in എന്ന വെബ്സൈറ്റിലെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന ലിങ്കിൽ നിന്നും രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കുക. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 2025 ജൂൺ 8. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2025 ജൂൺ 9. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് clkeu@gmail.com ഇമെയിലായോ 04872 438 567 04872 38565 എന്ന നമ്പറിലോ 8547 837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കുമിൾ രോഗങ്ങൾ മൂലം ഇലകൾ നഷ്ടപ്പെടുന്നത് റബ്ബർ തോട്ടങ്ങളിൽ 30%-ലധികം ഉൽപ്പാദന നഷ്ടം ഉണ്ടാകുന്നതായി കണക്കാക്കുന്നു. മഴക്കാലത്താണ് കുമിൾ രോഗങ്ങൾ കൂടുതലായി ബാധിക്കുന്നത്. ഈ വർഷം വേനൽ മഴ കൂടുതലായി ലഭിക്കുന്നത് കുമിൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ട് റബ്ബർ കർഷകർ മഴക്കാലത്ത് നിന്ന് മുമ്പ് തന്നെ മരുന്ന് തളി നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതിരോധന നടപടിയായി മരുന്ന് തളിക്കുന്നത് മഴക്കാലത്ത് ഇലകൾക്ക് കുമിൾ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും. കേരളത്തിൽ സാധാരണമായി മഴക്കാലം തുടങ്ങുന്നത് ജൂൺ മാസത്തിലായതിനാൽ മെയ് മാസത്തിൽ തന്നെ മരുന്ന് തളി നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുകിട കർഷകർക്ക് തങ്ങളുടെ തോട്ടത്തിൽ മരുന്ന് തളി നടത്തുന്നതിനായി റബ്ബർ ബോർഡ് ഹെക്ടർ പ്രതി 4000 രൂപയുടെ സാമ്പത്തിക സഹായം റബ്ബർ ഉൽപ്പാദക സംഘങ്ങളിലൂടെ നൽകുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ മരുന്ന് തളി നടത്തി ഈ ആനുകൂല്യം കൈപ്പറ്റാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡ് കോൾ സെൻറ്റർ ഫോൺ 0481 257 6622 അല്ലെങ്കിൽ ഡോക്ടർ ഷാജി ഫിലിപ്പ് ഫോൺ 4463 86 838 അല്ലെങ്കിൽ എഡ്വിൻ പ്രേം ഫോൺ 9447 56 8030. കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിച്ചു.